ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിന്ദി വർണ്ണമാലയാണ് പഠിക്കാൻ പോകുന്നത്. ഹിന്ദി വർണ്ണമാല എന്ന് വെച്ചാൽ ഹിന്ദി അക്ഷരമാലയാണ്. ഹിന്ദി ഭാഷ की लिपि देवनागरी है. 52 वर्ण है, 11 स्वर है, 33 व्यंजन, 1 अनुस्वार, 1 विसर्ग, 2 द्विगुण व्यंजन, 4 संयुक्त व्यंजन है. എന്ന് വെച്ചാൽ ഹിന്ദി ഭാഷ നമ്മൾ എഴുതുന്നത് ദേവനാഗരി ലിപിയിലൂടെയാണ്. ദേവനാഗരിയാണ് ഹിന്ദി ഭാഷ എഴുതുന്ന ലിപി. ഇനി ഹിന്ദിയിൽ 52 വർണ്ണ എന്ന് വെച്ചാൽ 52 അക്ഷരങ്ങളുണ്ട് ഹിന്ദി അക്ഷരമാലയിൽ. അതിൽ 11 സ്വരാക്ഷരങ്ങൾ, അ ആ ഇ ഈ ഉ ഊ അതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ. ഇനി 33 വ്യഞ്ജൻ ഹെ, 33 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കക്ക ngങ്ങ ചച്ച അതൊക്കെ. ഇനി അനുസ്വാർ ഹെ. അനുസ്വാർ എന്ന് പറഞ്ഞാൽ ഈ സ്വരാക്ഷരങ്ങളിലുള്ള ഒരു അക്ഷരമാണ്. എന്നൊരു അക്ഷരമാണ് അനുസ്വാർ. ഇനി വിസർഗ് ഹെ. അഹ എന്ന് പറയുന്നതാണ് വിസർഗ്. ഹിന്ദി അക്ഷരമാലയിലെ വിസർഗ് എന്ന് പറയുന്നത് അഹ എന്ന അക്ഷരമാണ്. ഇനി ദോ ദ്വിഗുണ വ്യഞ്ജൻ ഹെ. ദ്വിഗുണ വ്യഞ്ജൻ എന്ന് വെച്ചാൽ 2 രൂപമുള്ള അക്ഷരം. എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദി അക്ഷരമാലയിൽ ഠ ഠ ഡൺ ഠ ണ എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഈ ഒരു ഠ ഠ എന്നൊരു അക്ഷരങ്ങൾക്ക് താഴെ ഒരു കുത്തിടുമ്പോൾ അതിൻ്റെ രൂപമാറ്റം സംഭവിക്കുന്നു. ഉച്ചാരണം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിന് എക്സാമ്പിൾ പേട്, ലടുക്ക, ലടുക്കി, പഡ്ന ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. പിന്നെ 4 സംയുക്ത വ്യഞ്ജൻ ഹെ. സംയുക്ത വ്യഞ്ജൻ എന്ന് പറഞ്ഞാൽ 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ ഒരു വാക്ക് കിട്ടും. അതിനെയാണ് സംയുക്ത വ്യഞ്ജൻ. അതിന് എക്സാമ്പിൾ ഷ ത്ര ജ്ഞ ശ്ര എന്ന് വെച്ചാൽ ക പ്ലസ് ഷ കൂട്ടുമ്പോൾ ക്ഷ എന്ന് വരും. മലയാളത്തിലും പക്ഷി എന്നൊരു അക്ഷരമുണ്ട്. അപ്പം അതിന് ക്ഷ എന്നൊരക്ഷരമാണ് ഹിന്ദിയിലെ ഇത്. ഇനി ത പ്ലസ് റ ത്ര, ജ പ്ലസ് ഞ, ഷ പ്ലസ് റ ശ്ര. ഇത്രയാണ് 4 സംയുക്ത വ്യഞ്ജനങ്ങൾ. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം.